ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്ലോമ എക്സാമിനേഷൻ റിവിഷൻ 2021 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സെമസ്റ്റർ 3 സുപ്രധാനമായ സബ്ജക്റ്റായ 3032 DC മെഷീൻസ് ആൻഡ് ട്രാക്ഷൻ മോട്ടോഴ്സ് അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി അങ്ങനെ 3 രീതിയിലായിരിക്കും ഉണ്ടാവുക. പാർട്ട് എയിൽ 9 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 1 മാർക്കിന്റെ. പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പാർട്ട് ബിയിൽ 3 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 8 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. പാർട്ട് സിയിൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, ഓപ്ഷൻസുകളായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് പാർട്ട് എ, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഇൻ 1 വേർഡ് ഓർ 1 സെന്റൻസ്. ഈച്ച് ക്യാരീസ് 1 മാർക്ക്. അപ്പോൾ 1 മാർക്കാണ് ക്യാരി ചെയ്യുന്ന മാർക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേ ദ ഫംഗ്ഷൻ ഓഫ് യോക്ക് ഇൻ DC ജനറേറ്റർ. DC ജനറേറ്ററിലെ യോക്കിന്റെ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ യോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയേണ്ടത് മെഷീനിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ടാണ് യോക്ക്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ സപ്പോർട്ട് അത് പ്രൊവൈഡ് ചെയ്യും ഫോഴ്സിന്. അപ്പോൾ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്യാരി ചെയ്യുന്ന ഒരു പാർട്ടും കൂടിയാണ് യോക്ക് എന്നുള്ളത്. അപ്പൊ ഈ 2 പോയിന്റാണ് ഫസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ വേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ ജനറേറ്റർ ഈസ് ഗിവൺ ബൈ ഡാഷ് റൂൾ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. ജനറേറ്റർ ആണെങ്കിൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്, മോട്ടർ ആണെങ്കിൽ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കുക. കാരണം നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ജനറേറ്റർ ആണ്. നമ്മൾ സുപ്രധാനമായ കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വലത്തെ കൈ ഹാൻഡാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫ്ലെമിങ്സ് DC ജനറേറ്റർ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് ആണ്. മോട്ടർ DC മോട്ടറിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ അവിടുത്തെ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF, അവിടെ ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ്. അത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് എനി 2 മെത്തേഡ്സ് ടു റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ റിയാക്ഷൻ കുറക്കുന്ന 2 എഫക്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ആ എഫക്റ്റുകളാണ് ഡിമാഗ്നറ്റൈസിങ് എഫക്റ്റ്, അതേപോലെ തന്നെ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനില് ചോദിച്ചത് ടു റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ എന്നാണ്. ആർമേച്ചർ റിയാക്ഷന്റെ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഈ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റും ഡിമാഗ്നറ്റൈസിങ് എഫക്റ്റും ഈ ആർമേച്ചർ റിയാക്ഷന്റെ 2 എഫക്റ്റുകളാണ്, റെഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റുകളല്ല. റെഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റുകൾ എന്ത് ചെയ്യാം, ഇന്റർപോൾസ്, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്, ഈ 2 റെഡ്യൂസ് ചെയ്യുന്നത്. 2 എഫക്റ്റ് ചോദിച്ചാൽ ഇങ്ങനെ ചോദിക്കണം, ലിസ്റ്റ് ഔട്ട് എനി 2 എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ചോദിച്ചാൽ ഡിമാഗ്നറ്റൈസിങ് എഫക്റ്റ് ആൻഡ് ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ് ആണ്. ഈ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് ഇന്റർപോൾസ്, അതേപോലെ തന്നെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങും ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് കോമ്പൻസേറ്റീവ് വൈൻഡിങ്. കോമ്പൻസേറ്റീവ് വൈൻഡിങ്ങിന്റെ ഫംഗ്ഷൻ എന്താണ്? ആൻസർ ആണ് ന്യൂട്രലൈസ് ദ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ റിയാക്ഷനിൽ 2 എഫക്റ്റ് ഉണ്ടാവും, ഡിമാഗ്നറ്റൈസിങ് എഫക്റ്റ് ഉണ്ടാവും, ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ് ഉണ്ടാവും. അതിൽ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നതാണ് ആര് എന്ന് പറയുന്നത്, അതിന് ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന വൈൻഡിങ്സ് ആണ് കോമ്പൻസേറ്റീവ് വൈൻഡിങ്. അതാണ് കോമ്പൻസേറ്റീവ് വൈൻഡിങ്ങിന്റെ ഫംഗ്ഷൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡാഷ് ജനറേറ്റർ ആർ യൂസേഴ്സ് ബൂസ്റ്റേഴ്സ് ടു കോമ്പൻസേറ്റ് ദ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ ഫീഡർ ഇൻ വേരിയസ് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വോൾട്ടേജ് കുറയുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് വോൾട്ടേജ് ബൂസ്റ്ററായിട്ട് ഉപയോഗിക്കുന്ന ആള് ആരാണ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് DC സീരീസ് ജനറേറ്റർ. DC സീരീസ് ജനറേറ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അപ്ലിക്കേഷൻ ആണ് ഇറ്റ് ഈസ് യൂസേഴ്സ് ബൂസ്റ്റർ ഇൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. വോൾട്ടേജ് കുറയുമ്പോൾ വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ബൂസ്റ്റർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, നെയിം ദ നോ ലോഡ് ടെസ്റ്റ് ടു ഫൈൻഡ് ദ കോൺസ്റ്റന്റ് ലോസ് ഓഫ് എ DC ഷണ്ട് മെഷീൻ. DC ഷണ്ട് മെഷീന്റെ കോൺസ്റ്റന്റ് ലോസ് ഫൈൻഡ് ചെയ്യാനുള്ള നോ ലോഡ് ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സിംബേൺസ് ടെസ്റ്റ്. ഈ സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെക്കണേ, കുറെ വിദ്യാർത്ഥികൾക്ക് അതിന്റെ സ്പെല്ലിംഗ് കിട്ടുന്നില്ല, സിംബേൺസ്. അപ്പോൾ സിംബേൺസ് ടെസ്റ്റ് ആണ് നോ ലോഡ് ടെസ്റ്റ്. നോ ലോഡ് ടെസ്റ്റ് ആണ് സിംബേൺസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റന്റ് ലോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. സെവൻത് ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് സ്റ്റാർട്ടർ.
യൂസ് ഇൻ DC ഷണ്ട് മോട്ടോർ ഈസ് ഡാഷ്. DC ഷണ്ട് മോട്ടോറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റാർട്ടർ ഏതാണ്? ഒരു കുട്ടി 3 പോയിന്റ് സ്റ്റാർട്ടർ എന്ന് എഴുതിയാൽ ആൻസർ കറക്റ്റ് ആണ്. 4 പോയിന്റ് സ്റ്റാർട്ടർ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. കാരണം DC ഷണ്ട് മോട്ടറിൽ 3 പോയിന്റ് സ്റ്റാർട്ടറും ഉപയോഗിക്കാം, അതേപോലെ തന്നെ 4 പോയിന്റ് സ്റ്റാർട്ടറും ഉപയോഗിക്കാൻ പറ്റും. 8th ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 2 മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോളിംഗ് ഇൻ DC മോട്ടോർ. DC മോട്ടോർ സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ട 2 മെത്തേഡുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതാണ് ഫ്ലക്സ് കൺട്രോൾ, അതേപോലെ തന്നെ ആർമേച്ചർ കൺട്രോൾ. 2 മെത്തേഡുകളാണ്, ഫ്ലക്സ് കൺട്രോളും ആർമേച്ചർ കൺട്രോൾ. 9th ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് എനി 2 ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് യൂസ് ഇൻ ട്രാക്ഷൻ. ട്രാക്ഷനിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് സിസ്റ്റം ഏതെങ്കിലും 2 പറഞ്ഞിട്ടുണ്ട്. 2 റിയോസ്റ്റാറ്റിക്, അതേപോലെ തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ്, പ്ലഗിങ് ഉണ്ട് കേട്ടോ. പ്ലഗിങ് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. റിയോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഏതും എഴുതാവുന്നതാണ്. അപ്പോൾ 9 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പാർട്ട് ചെയ്യത്തെ 1 മാർക്കിന് 9 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് 9x1 9 മാർക്സ് കരസ്ഥമാക്കാൻ സാധിക്കണം. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ ഞാൻ പറഞ്ഞു എത്ര ക്വസ്റ്റ്യൻസ് വേണം, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇറ്റ്സ് എ ചോയ്സ്. അതിൽ 8 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന 8 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകണം. ഷോ ദ പവർ സ്റ്റേജ് ഓഫ് DC ജനറേറ്റർ ഇൻ എ ഫ്ലോ ഡയഗ്രാം. ഫ്ലോ ഡയഗ്രാമത്തിലെ DC ജനറേറ്ററിന്റെ പവർ സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ DC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയേണ്ടത് മെക്കാനിക്കൽ എനർജിയെ എന്ത് എനർജി ആക്കും? മെക്കാനിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ആ മെക്കാനിക്കൽ എനർജിയാണ് ഇവിടെ എന്താണ്? മെക്കാനിക്കൽ എനർജി ഇൻപുട്ടാണ്, ഡ്രൈവിംഗ് എഞ്ചിന്റെ ഔട്ട്പുട്ട്. പിന്നെ അവിടുന്ന് ഫ്രിക്ഷണൽ ലോസ്, അയൺ ലോസ് ഒക്കെ പുറത്തോട്ട് പോകുന്നു. പിന്നെ ആർമേച്ചറിൽ ഇലക്ട്രിക്കൽ പവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് കോപ്പർ ലോസ് ഉണ്ടാവുന്നു. ലാസ്റ്റ് ഔട്ട്പുട്ടിൽ ഉണ്ടാവും ഇലക്ട്രിക്കൽ പവർ ഔട്ട്പുട്ട് V/I എന്നുള്ളത് ഉണ്ടാകും. അപ്പൊ ഇതാണ് പവർ സ്റ്റേജ്. ഈ ചിത്രം മാത്രം വരച്ചാൽ മതി, 3 മാർക്ക് നമുക്ക് കരസ്ഥമാക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജനറേറ്റർ ആയതുകൊണ്ട് തന്നെ ഇൻപുട്ടിൽ മെക്കാനിക്കൽ പവർ ആയിരിക്കും, ഔട്ട്പുട്ടിൽ ഇലക്ട്രിക്കൽ പവർ ആയിരിക്കും. സെൻട്രൽ ഉണ്ടാവുന്നത് ആർമേച്ചർ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ പവർ ആണ്. അവിടെ ലോസ്, അയൺ ലോസ് ഉണ്ടാവുന്നു, ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവുന്നു. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് എനർജി അതിന് ശേഷം അവിടെ കോപ്പർ ലോസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2, ഡിറൈവ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഇൻ DC ജനറേറ്ററിന്റെ മാക്സിമം എഫിഷ്യൻസി ഉള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേ നോക്കുക. ഇതാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞത്. ചിലപ്പോൾ ഇത് 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. വേരിയബിൾ ലോസ് എന്തിനു തുല്യമാവുക? കോൺസ്റ്റന്റ് ലോസ്. കോൺസ്റ്റന്റ് ലോസ്, വേരിയബിൾ ലോസ് എന്ന് പറഞ്ഞാൽ കോപ്പർ ലോസ് ആണ്. കോപ്പർ ലോസ് എന്തിനു തുല്യമാവുക? കോൺസ്റ്റന്റ് ലോസിന് തുല്യമാവുക. ആ ഇൻഫോർമേഷൻ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമ്മുടെ മനസ്സിലോട്ട് വേണം. അതാണ് ഒരു DC ജനറേറ്ററിന്റെ മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ എന്ന് പറയുന്നത്. വേരിയബിൾ ലോസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ്. വേരിയബിൾ ലോസിന്റെ ആണ് കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ്. അപ്പോൾ നോക്കുക എന്തൊക്കെയാണെന്നുള്ളത്. 3 മാർക്കാണ്. ജനറേറ്റർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ V/I ആണ്, കാരണം മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ, അപ്പോൾ VI ആണ്. ഇൻപുട്ട് എന്ന ഔട്ട്പുട്ട് പ്ലസ് ലോസ് ആണ്. ലോസിൽ നോക്കുക IA² പ്ലസ് WC എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ലോസ് ആണ്. IA വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ISH ചെറിയ കറണ്ട് ആയതുകൊണ്ട്, ഷണ്ട് ഫീൽഡിൽ കൂടി പാസ് ചെയ്യുന്ന ഫീൽഡ് കറണ്ട് ചെറിയ വാല്യൂ ആയതുകൊണ്ട് അത് നെഗ്ലക്ട് ചെയ്യണം ലോഡ് കറന്റ് സംബന്ധിച്ച്. എന്നിട്ട് ആർമേച്ചർ കറന്റും ലോഡ് കറന്റും സെയിം ആണെന്ന് കാണിക്കുകയാണ്. എഫിഷ്യൻസി എഴുതുന്നു, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസ് എഴുതുന്നു. എന്നിട്ട് ചെയ്യുന്നത് ഡിവൈഡ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ VI കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. മുതൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിൽ വരും. എഫിഷ്യൻസി മാക്സിമം ആവണമെങ്കിൽ ഡിനോമിനേറ്റർ മിനിമം ആണോ, അതുകൊണ്ട് ഡിഫറൻസിയേഷൻ ചെയ്യും. ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന സാധനമാണ് IA² ഈസ് ഈക്വൽ WC. അപ്പോൾ ജനറേറ്ററിന്റെ എഫിഷ്യൻസി മാക്സിമം ആവുന്ന കണ്ടീഷൻ IA² എന്ന കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ് ആണ്. കോപ്പർ ലോസിന് വേറെ പേരാണ് വേരിയബിൾ ലോസ് എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. A 4-pole DC generator runs at 715 RPM and generates an EMF of 214 volt. The armature is wave bound and has 792 conductors. Calculate the flux per pole. ഇതിൽ തന്ന വാല്യൂസ് ഒക്കെ നമ്മൾ എടുത്ത് ഇങ്ങനെ എഴുതും. ഓരോ വാല്യൂസ് എടുത്ത് എഴുതാം.
ഫസ്റ്റ് ഇത് 4 പോളാണ്, അപ്പൊ പി is equal to 4. DC generator runs at 715 RPM. N is equal to 715 RPM. Generator and EMF off. അപ്പൊ E is equal to 214 volt. Armature is wave bound. ഇത് ഇൻഫോർമേഷൻ വേവ് ബൗണ്ട് എന്ന് കിട്ടുന്നത് പാരലൽ പാത്ത് 2 ആണ്. അത് ലാപ്പ് ആണെങ്കിൽ പാരലൽ പാത്ത് എന്തിനു തുല്യമായിരിക്കും? നമ്പർ ഓഫ് പോൾസും തുല്യമായിരിക്കും. And has 792 conductors. Z is equal to 792 conductors. Calculate the flux per pole. ഈ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്ന് നിർബന്ധമായി അറ്റൻഡ് ചെയ്യണം. ഏറ്റവും എളുപ്പമാണ്. ഇതിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ EMF ഇക്വേഷൻ അറിയണം. ഈ സീക്വൽ ഇത് കാണാതെ പഠിക്കുന്നതാണ്. 5PN/60 into Z/A. ഇതാണ് EMF ഇക്വേഷൻ. 5PN/60 into Z/A. നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താണ്? കാൽക്കുലേറ്റ് ദ ഫ്ലക്സ് പെർ പോൾ ആണ്. അപ്പൊ ഫ്ലക്സിന് ഒരു സൈഡായിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഈക്വലിന് അപ്പുറത്ത് കൊണ്ടാവും. ഇവിടെ ഇപ്പൊ താഴെ കിടക്കുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മുകളിലോട്ടെത്തും. ഇവിടെ മുകൾ ഈക്വലിന് ഇവിടെ കിടക്കുന്ന ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴോട്ട് വരും. അപ്പൊ E into 60 into A divided by P into N into Z is equal to 5. അപ്പോൾ 5 is equal to ഇതിന്റെ വാല്യൂ എത്രയാണ്? എല്ലാം നിന്നുണ്ടാവും. 214 into 60. A എത്രയാണ്? വേവ് വൈൻഡിങ് ആയതുകൊണ്ട് തന്നെ 2 ആണ്. നമ്പർ ഓഫ് പോൾസ് 4 ആണ്. സ്പീഡ് 750 ആണ്. Z എന്ന് പറഞ്ഞാൽ 792 ആണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ ലഭിക്കും. അതായിരിക്കും 5. അത് ഇതിന്റെ യൂണിറ്റ് എഴുതുന്നത് വെബറിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ലാപ്പ് വൈൻഡിങ് ആൻഡ് വേവ് വൈൻഡിങ് വിത്ത് ദെയർ അപ്ലിക്കേഷൻ. ലാപ്പ് വൈൻഡിങ്ങിനെയും വേവ് വൈൻഡിങ്ങിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാരി വലിച്ച് എഴുതേണ്ട, 3 പോയിന്റ് എഴുതിയാൽ മതി. 3 പോയിന്റ് എന്നാൽ ലാപ്പ് വൈൻഡിങ് വേവ് വൈൻഡിങ് കൂടി ആയിട്ട് ഒരു പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ലാപ്പ് വൈൻഡിങ് ഫസ്റ്റത്തെ പോയിന്റ്, പാരലൽ പാത്ത് എന്നതിന് തുല്യമാണ്, നമ്പർ ഓഫ് പോൾസും തുല്യമാണ്. വേവ് വൈൻഡിങ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു 2 ആണ്. ലാപ്പ് വൈൻഡിങ്ങിന് വേറൊരു പേര് മൾട്ടിപ്പിൾ വൈൻഡിങ് ആണ്, പാരലൽ വൈൻഡിങ് ആണ്. വേവ് വൈൻഡിങ്ങിന് സീരീസ് വൈൻഡിങ് ആണ്. ലാപ്പ് വൈൻഡിങ്ങിൽ ലാപ്പ് വൈൻഡിങ്ങിൽ EMF ലെസ് ആയിരിക്കും. വേവ് വൈൻഡിങ്ങിൽ EMF മോർ ആയിരിക്കും. എഫിഷ്യൻസി ലാപ്പ് വൈൻഡിങ്ങിന് ലെസ് ആയിരിക്കും, വേവ് വൈൻഡിങ്ങിന് ഹൈ എഫിഷ്യൻസി ആയിരിക്കും. വൈൻഡിങ് കോസ്റ്റ് ലാപ്പിൽ ഹൈ ആണ്, വൈൻഡിങ് കോസ്റ്റ് കുറവാണ് വേവ് വൈൻഡിങ്. ലാപ്പ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത് ഹൈ കറണ്ട് ലോ വോൾട്ടേജ് മെഷീൻസിലാണ്. വേവ് വൈൻഡിങ് ചെയ്യുന്നത് ലോ കറണ്ട് ഹൈ വോൾട്ടേജ് മെഷീൻസിലാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഒരു കോഡ് പറഞ്ഞു തരാം. വേവില് വോൾട്ടേജ് കൂടുതലാണ്, വാവോ അങ്ങനെ സാധനം അതിനാണ്. അപ്പോൾ ഇവിടെ ഹൈ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ലോ കറണ്ട് ആയിരിക്കും, ഇവിടെ നേരെ തിരിച്ചായിരിക്കും, ഹൈ കറണ്ട് ലോ വോൾട്ടേജ്. അപ്പൊ ഇതൊന്നും വെച്ചാൽ വേവില് വോൾട്ടേജ് കൂടുതലായിരിക്കും. ഓക്കെ, അത് ജസ്റ്റ് ഒരു വേറെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഞാനിപ്പോ എന്റെ മനസ്സിൽ വന്നൊരു സംഗതി പറഞ്ഞു നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്ററിന്റെ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കാണാം. നോക്കാം. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണ്. അതിൽ നോക്കേണ്ടത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആർമേച്ചറും ഫീൽഡ് വൈൻഡിങ്ങും എന്തായിരിക്കും? സെപ്പറേറ്റ് ആയിരിക്കും. ദർ ഇസ് നോ കണക്ഷൻസ്. ഫീൽഡ് വൈൻഡിങ്ങിന് എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുനിന്ന് ഒരു എന്ത് കൊടുത്തിട്ടുണ്ടാവും? ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ടാകും, DC സപ്ലൈ കൊടുത്തിട്ടുണ്ടാവും, പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയായിരിക്കും ചെയ്തത്. ഇതിന്റെ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. Y ആക്സിസിൽ നോ ലോഡ് വോൾട്ടേജ്, X ആക്സിസിൽ ഫീൽഡ് കറന്റ് IF. ഗ്രാഫ് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് വ്യത്യസ്തമായ N1, N2, N3 ഉള്ള വ്യത്യസ്തമായ സ്പീഡ് കാണിച്ചതുകൊണ്ടാണത്. 1 വരച്ചാലും മതി. ഓക്കെ, ഇതിൽ എഴുതേണ്ട പോയിന്റ് 3 മാർക്കാണല്ലോ. ഈ 2 ചിത്രം വരയ്ക്കുമ്പോൾ തന്നെ അത്യാവശ്യം 2 മാർക്ക്, പിന്നെ 1 മാർക്കിന്റെ സംഗതിയാണ്. The curve which gives the relation between field current and generated voltage. ഫീൽഡ് കറന്റ് IF-ഉം ജനറേറ്റഡ് വോൾട്ടേജ് E0-യും തമ്മിലുള്ള റിലേഷനെയാണ് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. അതിന് പറഞ്ഞ വേറൊരു പേരാണ് മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള വേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ, ഡിഫൈൻ ക്രിട്ടിക്കൽ സ്പീഡ് ആൻഡ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ഓഫ് DC ജനറേറ്റർ.
DC ജനറേറ്ററിന്റെ ക്രിട്ടിക്കൽ സ്പീഡ്, ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ്, നമുക്കറിയാം ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്, വാല്യൂ ഓഫ് ഫീൽഡ് റെസിസ്റ്റൻസ് ബിയോണ്ട് വിച്ച് ദ ജനറേറ്റർ ഫെയിൽസ് ടു ബിൽഡ് അപ്പ് ദ വോൾട്ടേജ്. അതായത് ഫീൽഡ് വൈൻഡിങ്ങിന് വേണ്ട, ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, അതിന് വേണ്ട മാക്സിമം റെസിസ്റ്റൻസ്, അതിനേക്കാളും റെസിസ്റ്റൻസ് ഫീൽഡ് വൈൻഡിങ്ങിന് ഇൻക്രീസ് ചെയ്താൽ അവിടെ വോൾട്ടേജ് ബിൽഡപ്പ് സംഭവിക്കൂല. അതായത് ഫീൽഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട്, ഫീൽഡ് റിയോസ്റ്റാറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഫീൽഡ് കറന്റ് ഇൻക്രീസ് ചെയ്യുന്ന വോൾട്ടേജ് ബിൽഡപ്പ് നടക്കത്തില്ല. അപ്പൊ അത് അക്യൂർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു OCC വരയ്ക്കുകയാണെങ്കിൽ Y ആക്സിസിൽ E0, X ആക്സിൽ IF, ഒറിജിൻ, ഓപ്പൺ സർക്യൂട്ട് കാരക്ടറിസ്റ്റിക്സ് OCC. ഈ ഓപ്പൺ സർക്യൂട്ട് ടാൻജന്റ് ആയിട്ട് വരയ്ക്കുന്ന ആളെയാണ് എന്ത് വിളിക്കുക, RC എന്ന് വിളിക്കുക. അതിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഈ വോൾട്ടേജ് എങ്ങനെ ചെയ്യുന്നു, ഇവിടെ ടച്ച് ചെയ്തിട്ട് താഴേക്കുള്ള ഇങ്ങനെ ഡോട്ട് ചെയ്യുന്നു, ഈ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഈ കറണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് കിട്ടും. അതാണ് രണ്ടാമത്തെ പോയിന്റ്, ടാൻജന്റ് ടു ദ OCC കർവ് taking the value of current axis when tangent line passing through the no load EMF, critical resistance is calculated. ആ ഒരു പോയിന്റും കൂടെ എഴുതാം. ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് അറ്റ് വിച്ച് ഗിവൺ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിന് തുല്യമായിട്ടുള്ള, ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസിന് തുല്യമായിട്ടുള്ള ആ സ്പീഡ്, അതാണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സ്പീഡ് അറ്റ് വിച്ച് ഷണ്ട് ജനറേറ്റർ ജസ്റ്റ് ഫെയിൽസ് ടു ബിൽഡ് അപ്പ് ഇറ്റ്സ് വോൾട്ടേജ്. മിനിമം സ്പീഡാണ് ഷണ്ട് ജനറേറ്ററിന്റെ മിനിമം സ്പീഡാണ്. അതിനേക്കാളും ആർമേച്ചർ സ്പീഡ് കുറഞ്ഞാൽ അവിടെ വോൾട്ടേജ് ബിൽഡപ്പ് നടക്കത്തില്ല. അത് ഇവിടെ നിന്ന് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സിസ്റ്റത്തിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ആ ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് ആണിത്. ഇത് ഞാൻ A എന്ന് വിളിച്ചു, ഇത് ഞാൻ B എന്ന്, എന്ത് പേര് വിളിക്കണം, B എന്ന് വിളിച്ചു, ഇതിനെ C എന്ന് വിളിച്ചു. അപ്പൊ AB ഇവിടെ വോൾട്ടേജ് ഉണ്ടാവുമല്ലോ, ഈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നേരത്തുള്ള AC ഇവിടെ അടിച്ച വോൾട്ടേജ് ഇൻറ്റു റേറ്റഡ് സ്പീഡ്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് എന്ത്, ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ സ്പീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലിസ്റ്റ് ദ അഡ്വാൻറ്റേജ് ഇൻ പാരലൽ ഓപ്പറേഷൻ. ലിസ്റ്റ് ദ അഡ്വാൻറ്റേജ് ഇൻ പാരലൽ ഓപ്പറേഷൻ ഓഫ് DC ജനറേറ്റർ. DC ജനറേറ്ററിന്റെ പാരലൽ ഓപ്പറേഷന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, പാരലൽ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഗുണങ്ങൾ. 3 മാർക്കിൻ്റെതാണ്, 3 പോയിന്റുകളാണ് നമുക്ക് വേണ്ടത്. ഇഷ്ടമുള്ള 3 പോയിന്റ് എഴുതാം. ഈസി, കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. കാരണം ലെസ് റിക്വയർമെന്റ് ഫോർ 1 or more യൂണിറ്റ് ക്യാൻ ബി ടേക്കൺ ഓൺ ഹോൾഡ് ഓൺ ഓർ സ്റ്റാർട്ടപ്പ് വൈസ് വേഴ്സ. അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത്, ഇപ്പൊ ഒരു പീക്ക് ടൈം ആണെങ്കിൽ കുറെ ജനറേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഒരു പീക്ക് ടൈം അല്ല, കുറെ കറണ്ട് ആവശ്യമില്ലാത്ത സമയത്ത്, വോൾട്ടേജ് ആവശ്യമില്ലാത്ത സമയത്ത്, പവർ ആവശ്യമില്ലാത്ത സമയത്ത് കുറച്ച് ജനറേറ്റേഴ്സ് നമുക്ക് ഓഫ് ചെയ്ത് ചെയ്താൽ പറ്റും. അപ്പൊ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ്നെസ് നന്നായിട്ട് വരും. അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്. രണ്ടാമത് സ്മൂത്ത് സപ്ലൈ ഓഫ് പവർ. സപ്ലൈ ഓഫ് പവർ സ്മൂത്ത് സപ്ലൈ ആണ്. കാരണം ഏതെങ്കിലും ഒരു ജനറേറ്റർ റോങ് ആയാൽ, കേട് വന്നാൽ മറ്റുള്ള പവർ കണ്ടിന്യൂറ്റിനെ അത് ബാധിക്കാതെ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് ഈസി ടു മെയിൻറ്റെയിൻ ആണ്. മെയിൻ്റെനൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. 1 by 1 ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റും. അതിങ്ങനെ ഐസൊലേറ്റ് ചെയ്താണ് ചെയ്യാൻ സാധിക്കും. നാലാമത്തെ പോയിന്റ് ഈസി ടു ഇൻക്രീസ് പ്ലാന്റ് കപ്പാസിറ്റി. നമ്മളിപ്പോൾ ഒരു പ്ലാന്റിൽ നമ്മൾ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണം, അതിന് പാരലായിട്ട് ഒരു ജനറേറ്റർ ആഡ് ചെയ്താൽ മതി, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും അഡീഷണൽ ആയി പുതിയ യൂണിറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഉപകാരങ്ങളുള്ള അഡ്വാൻറ്റേജസ് ഉള്ള സംഗതിയാണ് പാരലൽ ഓപ്പറേഷൻ. അപ്പോൾ 3 പോയിന്റുകൾ എഴുതിയാൽ മതി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC സീരീസ് മോട്ടർ. DC സീരീസ് മോട്ടറിന്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് പറഞ്ഞ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തമ്മിലാണ് ഗ്രാഫ് വരയ്ക്കുന്നത്, ടോർക്കും ആർമേച്ചർ കറന്റും തമ്മിലാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. സീരീസ് മോട്ടറാണ്. അപ്പൊ ടോർക്ക് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു 5 × IA ആണ്. സീരീസ് ആയതുകൊണ്ട് തന്നെ ആർമേച്ചർ കൂടി പാസ് ചെയ്യുന്നത്, ഇതിപ്പോ എക്സാമ്പിൾ ചിത്രം ഇവിടെ വരയ്ക്കുന്നുണ്ട്, ഇവിടെ വരയ്ക്കാം, റൈറ്റ് സൈഡിൽ വരയ്ക്കാം. ഇത് ആർമേച്ചർ ആണ്, സീരീസ് ഫീൽഡ് വൈൻഡിങ് ആണ്. ആർമേച്ചർ കൂടി പാസ് ചെയ്യുന്നതും ഫീൽഡ് കൂടി പാസ് ചെയ്യുന്ന കറണ്ട് സെയിം കറണ്ട് ആണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ എ ആണ്. ഫൈ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ആർമേച്ചർ കറന്റ് ആണ് സാച്ചുറേഷൻ വരെ. അതുകൊണ്ട് ബിഫോർ സാച്ചുറേഷൻ ഫൈ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ഫൈ ഇൻറ്റു ഐ എ, ദാറ്റ് ഈസ് ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ എ സ്ക്വയർ. സാച്ചുറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആകും, ഇൻഡിപെൻഡന്റ് ആകും. അങ്ങനെ ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ എ ആയിരിക്കും. പിന്നെ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരും. അതാണ് ഇവിടെ താഴെ ഒരു പരാബോളിക് ഷേപ്പ്. പിന്നെ സാച്ചുറേഷൻ കഴിഞ്ഞതിന് ശേഷം സ്ട്രൈറ്റ് ലൈനും കാണുന്നത്. ഇവിടെ ടി എ ഉണ്ട്, ആർമേച്ചർ ടോർക്ക്, ടി എസ് എച്ച് ഷാഫ്റ്റ് ടോർക്ക്, 2 ടോർക്കും കൊണ്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 3 മാർക്ക് നമുക്ക് കരസ്ഥമാക്കാം. 9th ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി ടു അപ്ലിക്കേഷൻ ഓഫ് ഈച്ച് സീരീസ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടോർ. സീരീസ് ഷണ്ട് കോമ്പൗണ്ടിൽ ഏതെങ്കിലും 2 അപ്ലിക്കേഷൻസ് എഴുതിയാൽ മതി. ഞാനിവിടെ കുറച്ച് വിശദീകരിച്ച് എഴുതി എന്താ വെച്ചാൽ കുറച്ച് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീരീസ് മോട്ടോർ ആണെങ്കിൽ ഈ 2 പോയിന്റ് എഴുതിച്ചാൽ മതി. ഈ രണ്ടാമത്തെ ഈ പോയിന്റില് ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സ്, ട്രോളീസ് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അല്ലെങ്കിൽ ക്രെയിന്, ഹോയിസ്റ്റ്, അങ്ങനെ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അതേപോലെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ പോയിന്റ് ആഡ് ചെയ്തിട്ടുള്ളത്. വെരി ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ് സീരീസ് മോട്ടറിന് ആവശ്യമുള്ളത്, വേരിയബിൾ സ്പീഡ് ആവശ്യമുള്ള സമയത്ത്. അപ്പൊ ആലോചിച്ചാൽ മതി, സീരീസ് മോട്ടർ നമ്മൾ ഹെവി ഉള്ള സാധനങ്ങളുള്ള മോട്ടറായിരിക്കും. ട്രാക്ഷൻ വർക്ക്, അതേപോലെ ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സ്, ട്രോളികള്, ക്രെയിന്, ഹോയിസ്റ്റ്, കൺവെയർ, ഇവിടൊക്കെയാണ് നമുക്ക് സീരീസ് മോട്ടോർ ഉപയോഗിക്കാൻ സാധിക്കും. ഷണ്ട് മോട്ടർ ഒരു കോൺസ്റ്റന്റ് സ്പീഡുള്ള സാധനമാണ്, ലോ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് പോയിന്റ് ലെയ്ത്ത് എഴുതിയാൽ മതി. സെൻട്രിഫ്യൂഗൽ പമ്പ് അവിടുത്തെ മാർക്ക് കിട്ടും. സെൻട്രിഫ്യൂഗൽ പമ്പ്, ലെയ്ത്ത്, ഫാന്, റെസിപ്രോക്കേറ്റീവ് പമ്പ്, ഡ്രില്ലിംഗ് മെഷീന്, ബോറിംഗ് മെഷീന്, സ്പിന്നിങ് ആൻഡ് വീവിംഗ് മെഷീൻ. അത് കോൺസ്റ്റന്റ് സ്പീഡ് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഷണ്ട് മോട്ടർ ആയിരിക്കും. കോമ്പൗണ്ട് മോട്ടർ എന്ന് പറഞ്ഞാൽ സഡൻ ലോഡ് അപ്ലൈ ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നിടത്തൊക്കെയാണ് നമ്മൾ കോമ്പൗണ്ട് മോട്ടർ യൂസ് ചെയ്യാം. ഷിയേഴ്സ്, പഞ്ചസ്, കോൾ കട്ടിംഗ് മെഷീന്, ഇലവേറ്റർ, കൺവെയർ, ഹെവി പ്ലാനർ, റോളിംഗ് മില്ല്, ഐസ് മെഷീന്, പ്രിന്റിംഗ് പ്രസ്, അതേപോലെ തന്നെ എയർ കംപ്രസർ. ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അപ്പൊ സീരീസ് മോട്ടറിന് 2 പോയിന്റ് അല്ല 2 അപ്ലിക്കേഷൻസ്, ഷണ്ട് മോട്ടറിന് 2 അപ്ലിക്കേഷൻസ്, കോമ്പൗണ്ട് മോട്ടറിന് 2 അപ്ലിക്കേഷൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ റീജനറേറ്റീവ് ബ്രേക്കിംഗ് മെക്കാനിസം ഇൻ ഡി സി മോട്ടർ. ഡി സി മോട്ടറിന്റെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പൊ ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇത് മോട്ടർ ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക, പിന്നീട് അതെന്ത് ചെയ്യും, ജനറേറ്റർ ആയിട്ട് പ്രവർത്തിക്കും. ആ കൺസെപ്റ്റ് ഫസ്റ്റ് ക്ലിയർ ആണ്. ഫസ്റ്റ് മോട്ടറായിട്ട് പ്രവർത്തിക്കും, പിന്നെ ജനറേറ്റർ ആയിട്ട് പ്രവർത്തിക്കും. അത് എങ്ങനെയാണ് നോക്കാം. മോട്ടർ ഈസ് ഓപ്പറേറ്റഡ് ആസ് എ ജനറേറ്റർ. അങ്ങനെ അവിടുത്തെ കൈനറ്റിക് എനർജി എന്താണ് സംഭവിക്കുന്നത്, കൈനറ്റിക് എനർജി മൂവിങ് പാർട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഇലക്ട്രിക്കൽ പിന്നെ എന്ത് ചെയ്യും, സപ്ലൈയിലോട്ട് റിട്ടേൺ ചെയ്യും. അങ്ങനെ ആക്ഷൻ റിട്ടേൺ ചെയ്യും. കാരണം ഓൾറെഡി ഒരു സപ്ലൈ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, സ്പീഡ് കുറയും. റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് പോസിബിൾ ആവുക എന്ന് ചോദിച്ചാൽ സ്പീഡ് നോ ലോഡ് സ്പീഡിനേക്കാളും ഗ്രേറ്റർ സ്പീഡിൽ റൺ ചെയ്യിപ്പിക്കുമ്പോഴാണ് അത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആവുക. ഈ ഒരു കണ്ടീഷനിൽ ബാക്ക് ഇ എം എഫ് എന്തായിരിക്കും, സപ്ലൈ വോൾട്ടേജിനേക്കാളും ഇൻക്രീസിങ് ആയിരിക്കും. അങ്ങനെ റിവേഴ്സിങ് ആയിട്ടുള്ള ഒരു ആർമേച്ചർ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ടാണ് എന്തിനെ ഓപ്പോസ് ചെയ്യുന്നത്, സപ്ലൈ സോഴ്സിനെ ഓപ്പോസ് ചെയ്തിട്ട് അവിടെ ഒരു ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ അവിടെ നടക്കുന്നത്. ഇതാണ് പാർട്ട് ബിയിലെ 10 ക്വസ്റ്റ്യൻസ്. ഏതെങ്കിലും 8 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇനി പാർട്ട് സിയിലോട്ട് കിടക്കാം. പാർട്ട് സിയിലോട്ട് കിടക്കുമ്പോൾ ഓപ്ഷൻസുകളാണ്. പാർട്ട് സിയിൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ക്വസ്റ്റ്യൻ നമ്പറുകൾ റോമൻ ലെറ്റേഴ്സിലായിരിക്കും. 3 or 4 ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 7 മാർക്ക്. 2 കൂടി എഴുതിയാൽ 7 മാർക്ക് കിട്ടൂല. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. പിന്നെ 5 or 6 ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ കുറെ ചോയ്സസ് ഉള്ള ഒരു മേഖലയാണ് പാർട്ട് സി എന്ന് പറഞ്ഞത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ വിട്ടുപോകരുത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 7 മാർക്കാണ്. ഏറ്റവും ഇമ്പോർട്ടൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫൈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡി സി ജനറേറ്റർ വിത്ത് നീറ്റ് സ്കെച്ച്. അപ്പൊ സ്കെച്ച് ചെയ്യുക. ഡി സി ജനറേറ്റർ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. സെപ്പറേറ്റ് ഫിഗർ വയ്ക്കുമ്പോൾ ആർമേച്ചറും ഫീൽഡ് ബൈൻഡിങ്ങും കണക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇവിടുത്തെ പോയിന്റ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, ഫീൽഡ് ഇസ് എക്സൈറ്റഡ് ബൈ യൂസിങ് എക്സ്റ്റേണൽ ഡി സി സപ്ലൈ. ആർമേച്ചർ ആൻഡ് ഫീൽഡ് ബൈൻഡിങ് ഹാവ് നോ കണക്ഷൻ. അടുത്ത സെൽഫ് എക്സൈറ്റഡിൽ ഷണ്ട്, സീരീസ്, കോമൺ. ഷണ്ടിന്റെ ഫിഗർ നോക്കാം. ആർമേച്ചറും
ഫീൽഡ് വൈൻഡിങ്ങും പാരലൽ ആണ്. അതാണ് പോയിന്റ്. ആർമേച്ചർ ആൻഡ് ഫീൽഡ് വൈൻഡിങ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. സീരീസ് നോക്കാം. സീരീസിൽ ആർമേച്ചറും ഫീൽഡ് വൈൻഡിങ്ങും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ആർമേച്ചർ ആൻഡ് ഫീൽഡ് വൈൻഡിങ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഷണ്ടിന്റെയും സീരീസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഷണ്ട് ആൻഡ് സീരീസ് ഫീൽഡ് വൈൻഡിങ്. അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ലോങ് ഷണ്ട് ഉണ്ട്, ഷോർട്ട് ഷണ്ട്. ലോങ് ഷണ്ട് നോക്കാം. ഷണ്ട് ആർമേച്ചറിനും സീരീസ് ഫീൽഡ് വൈൻഡിങ് രണ്ടിനും കൂടി പാരലായിട്ടായിരിക്കും ഉണ്ടാവുക. ഷോർട്ട് ഷണ്ട് പറയുമ്പോൾ അവിടുത്തെ ഷണ്ട് ഫീൽഡ് മാത്രമേ ആർമേച്ചറിന് പാരലായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് ലോങ് ഷണ്ട്. ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ എന്നാൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് പാരലൽ ടു ബോത്ത് ആർമേച്ചർ ആൻഡ് സീരീസ് ഫീൽഡ് വൈൻഡിങ്. ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് പാരലൽ ടു ആർമേച്ചർ ഓൺലി. ആർമേച്ചറിന് മാത്രമായിരിക്കും പാരലായിട്ട് ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ ഡ്രോ ദ കൺസ്ട്രക്ഷൻ ഓഫ് DC ജനറേറ്റർ ആൻഡ് ഡീറ്റെയിൽ എനി ടു പാർട്സ്. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്നാൽ ചിലപ്പോൾ എസെൻഷ്യൽ പാർട്സ് ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ദ എസെൻഷ്യൽ പാർട്സുകൾ എസെൻഷ്യൽ ചെയ്യാം DC ജനറേറ്ററിന്റെ. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് തമ്മിൽ ചിലപ്പോൾ. അപ്പൊ അതിന്റെ ഒക്കെ പാർട്സ് ഉണ്ട്. അപ്പൊ ചിത്രം വരക്കണം. ഇത് 4 മാർക്ക് കിട്ടും കേട്ടോ. ഫിഗർ വൃത്തിക്ക് വരയ്ക്കുമ്പോൾ 4 മാർക്ക് കിട്ടും. അപ്പൊ ഇതിൽ നോക്കുക, യോക്ക്, പുറം ഭാഗത്ത് യോക്ക് ഉണ്ട്, പിന്നെ പോൾ ഉണ്ട്, പിന്നെ പോൾ ഷൂ ഉണ്ട്. അവിടെയാണ് ഫീൽഡ്, ഈ പോളും ഫോർമുലാണ് ഫീൽഡ് വൈൻഡിങ് ചുറ്റിയിട്ടുള്ളത്. സെന്റർ നോക്കുക, ആർമേച്ചർ ഉണ്ട്, ആർമേച്ചർ കണ്ടക്ടർ ഉണ്ട്, പിന്നെ സെന്ററിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ കമ്മ്യൂട്ടേറ്റർ ഉണ്ട്, ബ്രഷ് ഉണ്ട്, പിന്നെ സെന്ററിൽ കാണുന്ന ഈ ഡോട്ടർ ആണ് ഷാഫ്റ്റ്. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം, ഷാഫ്റ്റ്. പിന്നെ ഈ ഇവിടെ എന്തുണ്ട്, ടെർമിനൽ ബോക്സും ഉണ്ട്. അപ്പൊ ഈ ഫിഗർ വരയ്ക്കുക, 4 മാർക്ക് കിട്ടും. ഡീറ്റെയിൽ എനി 2 പാർട്സ്, ഏതെങ്കിലും 2 പാർട്സ് എന്ന് ഡീറ്റെയിൽ ചെയ്യുക, അപ്പൊ 3 മാർക്ക് അവിടെ നിന്നും കിട്ടും. അപ്പൊ യോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ വേറെ കാര്യം, ഈ ഭാഗത്ത് നിന്നുണ്ടല്ലോ, ഈ ഒരു മേഖലയിൽ നിന്ന് 1 മാർക്കിന് ചോദ്യം ചോദിക്കാം. ഫംഗ്ഷൻ ഓഫ് കമ്മ്യൂട്ടേറ്റർ എന്താണ്, ഫംഗ്ഷൻ ഓഫ് ആർമേച്ചർ എന്താണ്. സാധാരണ ചോദിക്കാം, സാധാരണ ഫംഗ്ഷൻ ഓഫ് കമ്മ്യൂട്ടേറ്റർ, ഫംഗ്ഷൻ ഓഫ് യോക്ക്. ഈ 2 ചോദ്യങ്ങളാണ് സാധാരണ കണ്ടുള്ളത്. ഓക്കെ, ചിലപ്പം ബ്രഷ് ചോദിക്കാം. അപ്പൊ ഫസ്റ്റ് പാർട്ടാണ് യോക്ക് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ സപ്പോർട്ട്, പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ഫോർ ദ പോൾസ്. അങ്ങനെ തന്നെ അത് പ്രൊട്ടക്റ്റീവ് കവറായിട്ട് പ്രവർത്തിക്കും. പോൾ കോറും പോൾ ഷൂ. അതെന്നാല് പോൾ ഷൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പർപ്പസ്. ഫ്ലക്സ് എയർ ഗ്യാപ്പിൽ സ്പ്രെഡ് ഔട്ട് ചെയ്യാനും അതേപോലെ തന്നെ എക്സൈറ്റിംഗ് കോയിലിനെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. പോൾ കോയിൽ എന്ന് പറഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ് ആണ്. ഫീൽഡ് വൈൻഡിങ് അത് കോപ്പർ ആവും മെറ്റീരിയൽ. അതാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർമേച്ചർ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് ഈ കണ്ടക്ടറിലാണ്. കമ്മ്യൂട്ടേറ്ററിന്റെ മെയിൻ ഫംഗ്ഷൻ ചോദിക്കാൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇതിൽ നമ്മൾ എഴുതുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. കമ്മ്യൂട്ടേറ്റർ ആണ് DC ജനറേറ്ററിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു പാർട്ട്. കാരണം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ AC-നെ DC ആക്കുന്ന ആള് കമ്മ്യൂട്ടേറ്റർ ആണ്. കൺവേർട്ട് ദ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഇൻഡ്യൂസ് ഇൻ ദ ആർമേച്ചർ കണ്ടക്ടർ ഇൻ ടു യൂണി ഡയറക്ഷണൽ കറന്റ്. ഇങ്ങനെ എഴുതാൻ സാധിക്കുന്നില്ലെങ്കിലും ഇറ്റ് ക്യാൻ കൺവേർട്ട് AC ടു DC. ഈ ഒരു ഇൻഫോർമേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. AC-നെ ഓൾട്ടർനേറ്റിംഗ് കറന്റിനെ ഡയറക്റ്റ് കറന്റ് ആക്കുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണത്? ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റർ. പിന്നെ ബ്രഷ് ഉണ്ട്, അതേപോലെ തന്നെ ബെയറിങ്സ് ഉണ്ട്, ഷാഫ്റ്റ് ഉണ്ട്. ഷാഫ്റ്റിലാണ് ആർമേച്ചർ അതേപോലെ കമ്മ്യൂട്ടേറ്റർ ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും 2 പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് മെത്തേഡ് ഫോർ ഇംപ്രൂവിങ് കമ്മ്യൂട്ടേഷൻ. കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള 2 മെത്തേഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് പറഞ്ഞത്. നോക്കാം. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് മെത്തേഡ് എന്നാണ്, 2 മെത്തേഡ് എന്നല്ല, ഡിഫറെന്റ് മെത്തേഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം തന്നെയാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന സാധനമാണ് ഒന്ന് റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ, ഒന്ന് EMF കമ്മ്യൂട്ടേഷൻ, ഒന്ന് കോമ്പൻസേറ്റീവ് വൈൻഡിങ്. റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, റെസിസ്റ്റൻസ് കുറവുള്ള കോപ്പർ മാറ്റിയിട്ട് പകരം കാർബൺ കയറ്റി. അതാണ് ഈ പോയിന്റ് ഉള്ളത്. ഇൻ ദിസ് മെത്തേഡ് കമ്മ്യൂട്ടേഷൻ വി യൂസ് ഹൈ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ബ്രഷസ് ഫോർ ഗെറ്റിംഗ് സ്പാർക്ക്ലെസ് കമ്മ്യൂട്ടേഷൻ. ദിസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ റീപ്ലേസിംഗ് ലോ റെസിസ്റ്റൻസ് കോപ്പർ ബ്രഷ് വിത്ത് ഹൈ റെസിസ്റ്റൻസ് കാർബൺ ബ്രഷ്. ലോ റെസിസ്റ്റൻസ് ആയ കോപ്പർ ബ്രഷ് മാറ്റിയിട്ട് ഹൈ റെസിസ്റ്റൻസ് ആയ കാർബൺ ബ്രഷ് ആണ് ഇതിട്ടാണ് നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്യുക. EMF മെത്തേഡ് എന്ന് പറഞ്ഞാൽ നോക്കാം,
മെയിൻ റീസൺ നമ്മൾ കറണ്ട് ലാഗ് ചെയ്യുന്നത്, ഷോർട്ട് സർക്യൂട്ട് കോയിലിൽ കറണ്ട് ലാഗ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോയിലിൽ ഉണ്ടാവുന്ന ഒരു ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി നമുക്ക് ഒഴിവാക്കണം. കാരണം അവിടെ ഉണ്ടാവുന്ന ആ കോയിൽ ഉണ്ടാവുന്ന റിയാക്ടൻസ് വോൾട്ടേജ് ഡേഞ്ചർ ആണ് ഈ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി കൊണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റിവേഴ്സിങ് EMF നമുക്ക് കൊടുക്കണം ഷോർട്ട് സർക്യൂട്ട് കോയിലിൽ. അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന റിവേഴ്സിങ് EMF കൊടുക്കാൻ പറ്റുന്ന രണ്ട് വേഴ്സുകളാണ്, ഒന്ന് ബ്രഷ് ഷിഫ്റ്റ് ചെയ്തിട്ടും ഒന്ന് ഇന്റർപോൾസ് ഉപയോഗിച്ചിട്ടും അതുപോലെ കമ്മ്യൂട്ടേറ്റിംഗ് പോൾസ് ഉപയോഗിച്ചിട്ടും. എങ്ങനെയാണ് ബ്രഷ് ഷിഫ്റ്റിംഗ് മെത്തേഡ് നോക്കാം. ഇവിടെ ഫിഗർ ഉണ്ട്, റൈറ്റ് സൈഡിൽ അതിന്റെ ഫിഗർ കാണാം. ബ്രഷ് ഷിഫ്റ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മെത്തേഡിൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ് എന്ത് ചെയ്യും, ഫോർവേഡിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. അതിന്റെ ഫോർവേഡിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവും. അതാണ് ബ്രഷ് ഷിഫ്റ്റിംഗ്. ഇന്റർപോൾസിന്റെ ഫിഗറാണ് താഴെ കാണുന്നത്. മെയിൻ പോൾസിന്റെ ഇടയിൽ ചെറിയ പോൾസുകൾ സ്ഥാപിക്കും. സ്മോൾ പോൾസ് ആർ ഫിക്സഡ് ദ യോക്ക് ആൻഡ് പ്ലേസ് ബിറ്റ്വീൻ മെയിൻ പോൾസിന്റെ ഇടയിലാണ് നമ്മളത് പ്ലേസ് ചെയ്യുക. അതിനെ പറഞ്ഞ പേരാണ് ഇന്റർപോൾസ്. പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ സെയിം ആസ് ദ മെയിൻ പോൾ സിറ്റുവേറ്റഡ് നെക്സ്റ്റ് ടു ഇറ്റ്. അതിന്റെ തൊട്ടടുത്ത് കിടക്കുക. അതായത് മുന്നോട്ട് പോകുമ്പോൾ എഹെഡ് മുന്നിലുള്ള പോൾസിന്റെ സെയിം ഇതായിരിക്കും. ഇപ്പൊ നോക്കുക, ഇവിടെ സൗത്ത് പോള് ആണ്, കാരണം ഇവിടെ തൊട്ട് മുന്നിലുള്ള സൗത്ത് പോളാണ്. ഇവിടെ നോർത്ത് പോളാണ്, കാരണം തൊട്ട് മുന്നിൽ നോർത്ത് പോളാണ്. ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിന്റെ റിയാക്ടൻസ് വോൾട്ടേജ് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ മെത്തേഡ് കോമ്പൻസേറ്റീവ് വൈൻഡിങ് ആണ്. മൂന്നെണ്ണം വേണമെന്നില്ല, രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. മോസ്റ്റ് എഫക്റ്റീവ് മീൻസ് ആണ് ആർമേച്ചർ റിയാക്ഷൻ റിമൂവ് ചെയ്യാനും അതുപോലെ കമ്മ്യൂട്ടേഷൻ റിമൂവ് ചെയ്യാനുള്ള സാധനമാണ് കോമ്പൻസേറ്റീവ് വൈൻഡിങ്. ഇത് പ്ലേസ് ചെയ്യില്ലേ പോൾ ഫേസിലുള്ള സ്ലോട്ടിലേക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. പാരലൽ ഓപ്പറേഷൻ ഓഫ് DC ഷണ്ട് ജനറേറ്റർ. DC ഷണ്ട് ജനറേറ്ററിന്റെ പാരലൽ ഓപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. ഓൾറെഡി ഇതൊരു ബസ് ബാർ ആണ്. ബസ് ബാർ ഉണ്ട്. അതേപോലെ തന്നെ ഓൾറെഡി G1 എന്ന് പറഞ്ഞൊരു ജനറേറ്റർ ഉണ്ട്. അതിന് ഫീൽഡ് വൈൻഡിങ്, റിയോസ്റ്റാറ്റ്, സ്വിച്ചസ് ഉണ്ട്, സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്, കാര്യങ്ങളൊക്കെ. ജനറേറ്റർ 2 ആണ് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത്. അതിന്റെ ഫീൽഡ് വൈൻഡിങ്, റിയോസ്റ്റാറ്റ്, അതുപോലെ ഇവിടെ ഒരു വോൾട്ട്മീറ്റർ ഉണ്ട്, ഒരു DPST സ്വിച്ച് ഉണ്ട്, സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്. ഓൾറെഡി ജനറേറ്റർ 1 എന്തിലാണ്? സിങ്ക്രോണസത്തിലാണ്, പാരലൽ ഓപ്പറേഷനിലാണ്. അപ്പൊ രണ്ടാമത്തത് പാരലൽ ഓപ്പറേഷൻ ആക്കേണ്ട ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് ഈ വോൾട്ടേജ് V2ഉം ബസ് ബാറിന്റെ വോൾട്ടേജും എന്തായിരിക്കും? സെയിം ആക്കുക. ഇവിടെ ഫീൽഡ് വൈൻഡിങ്ങിന് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. അത് ബസ് ബാറിന്റെ അവിടെ കറക്റ്റ് വോൾട്ടേജ് ആണ് നോക്കുക. പിന്നെ ഇതിന്റെ പോസിറ്റീവിലോട്ടും നെഗറ്റീവിലോട്ടാണോ എന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യുക? ഈ സ്വിച്ച് അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പരിപാടി. അപ്പൊ ചിത്രം നന്നായിട്ട് വരയ്ക്കുക, ഈ പോയിന്റുകളും എഴുതി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ ടോർക്ക് ഇൻ DC മോട്ടർ ആൻഡ് കമ്പയർ ആർമേച്ചർ ടോർക്ക് ആൻഡ് ഷാഫ്റ്റ് ടോർക്ക്. ഇമ്പോർട്ടന്റ് ആയ കോഴ്സ് ഔട്ട്കം 3-ലെ ഒരു ക്വസ്റ്റ്യൻ ആണത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൺസിഡർ പുള്ളി. ലാബില് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്, ബ്രേക്ക് ടെസ്റ്റ്. അവിടെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതാണ്. പുള്ളി കൺസിഡർ ചെയ്യുക, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അതുകൊണ്ടാണ് ടോർക്ക് എന്ന് പറഞ്ഞാൽ F×R ആയിരുന്നു. ആർമേച്ചർ ടോർക്ക് TA എന്ന് പറഞ്ഞാൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പവർ ഡെവലപ്പ് TA×2πN/60 വാട്ട്സ്. ഈ മെക്കാനിക്കൽ പവറിന് തുല്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ പവർ എന്ന് പറഞ്ഞാൽ ബാക്ക് EMF EB×IA. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്നു, 2πNT/60. ബാക്ക് EMFന്റെ നമുക്കറിയാം 5pN/60 × ZA ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. EBക്ക് പകരം 5pN/60 × ZA EMF ഇക്വേഷൻ. കാരണം EMF ഇക്വേഷന്റെ സെയിം ഇക്വേഷൻ ആണ് ബാക്ക് EMFന്. കാരണം അവിടെയും EMF പ്രൊഡ്യൂസ് ചെയ്യാണ്. നമുക്ക് കിട്ടും ആർമേച്ചർ ടോർക്ക് 1/2π × 5Z × P×A. ഓക്കെ, ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 0.2
കാരണം 1/2π കിട്ടിയ 0.1595 ഇൻറ്റു P/A. ഇതാണ് ആർമേച്ചർ ടോർക്കിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇനി ഷാഫ്റ്റ് ടോർക്ക് നമുക്ക് കാണാം. നമുക്ക് എല്ലാ ആർമേച്ചർ ടോർക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഷാഫ്റ്റിൽ ഉണ്ടാകുന്ന ടോർക്കാണ് നമുക്ക് അവൈലബിൾ ആകുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ടോർക്ക് എന്ന് പറയുന്നത് വർക്ക്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. കാരണം കുറച്ച് ടോർക്ക് ലോസ് ആയിട്ട് പോകും. അപ്പോൾ ലോസ്റ്റ് ആയിട്ട് ബാക്കി നമുക്ക് യൂസ്ഫുൾ ആയി കിട്ടുന്ന ടോർക്കിനാണ് ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറയുന്നത്. ഷാഫ്റ്റ് ടോർക്ക് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 2πN/TSH എന്ന് പറഞ്ഞ ഷാഫ്റ്റ് ആണ് /60 ആണ്. TSH എന്ന ഔട്ട്പുട്ട് ഇൻ വാട്ട്സ് ഡിവൈഡ് ബൈ 2πN/60 ആണ്. ഇത് ലാസ്റ്റ് ചെയ്യുമ്പോൾ 9.55 ഇൻറ്റു ഔട്ട്പുട്ട് ബൈ N എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. 7 മാർക്ക് നമുക്ക് ഇതിന് കരസ്ഥമാക്കാൻ സാധിക്കും. എളുപ്പമുള്ള സംഗതിയാണ്. നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ് P0 ഈക്വൽ ടു 2πNT/60. P ഔട്ട്പുട്ട് പവർ ഇതിങ്ങനെ മാറുന്നതനുസരിച്ച് ഇവിടുത്തെ വാല്യൂസ് ഇങ്ങനെ മാറും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC ഷണ്ട് മോട്ടോർ. DC ഷണ്ട് മോട്ടറിന്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ തന്നെ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഷണ്ട് മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഫ്ലക്സ് മെഷീനാണ്. കോൺസ്റ്റന്റ് ആണ്. നമ്മൾ അപ്ലിക്കേഷൻ പറഞ്ഞത് കോൺസ്റ്റന്റ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ് ആണ് ഗ്രാഫ് ഉണ്ടാവുക. ടോർക്ക് ഡയറക്റ്റ് ഓപ്പോസിഷൻ ടു ϕ ഇൻറ്റു I. ഷണ്ട് ആയതുകൊണ്ട് ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ടോർക്ക് ഡയറക്റ്റ് ഓപ്പോസിഷൻ ടു I ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതാണ് ആർമേച്ചർ ടോർക്ക്. ഷാഫ്റ്റ് ടോർക്ക് താഴെ കുറച്ച് ഡോട്ടഡ് ആയിട്ട് ഉണ്ടായിരിക്കും. കാരണം കുറച്ച് ടോർക്ക് ലോസ് ആയിട്ട് പോകും. ഇനി മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, Y ആക്സിൽ സ്പീഡ്, X ആക്സിൽ ടോർക്ക്. സ്പീഡ് ആൻഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അതിന്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കാരണം സ്പീഡ് കൂടുന്ന ടോർക്ക് കൂടുന്നതിനനുസരിച്ച് വെയിറ്റ് കൂടുന്നതിന്റെ സ്പീഡ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് ഇങ്ങനെ വരും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിറൈവ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഇൻ DC മോട്ടർ. നമ്മൾ നേരത്തെ DC ജനറേറ്ററിന്റെ മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന കണ്ടീഷൻ പറഞ്ഞു. ഇത് DC മോട്ടറിന്റെ കണ്ടീഷൻ ആണ്. നമുക്ക് നോക്കാം ഡെറിവേഷൻ എന്താണ്. ഫസ്റ്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് ആണ്. കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഇൻ DC മോട്ടർ എന്ന് പറഞ്ഞാൽ DC മോട്ടറിന്റെ എഫിഷ്യൻസി ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല, മാറി മാറി വരും. കാരണം ലോഡ് മാറുന്നതിനനുസരിച്ച് വേരി ചെയ്യും. നമ്മൾ എടുക്കുന്നതാണ് ഇവിടെ ഒരു ഷണ്ട് മോട്ടറാണ് എടുക്കുന്നത്. മെക്കാനിക്കൽ പവർ എന്ന് പറഞ്ഞാൽ ബാക്ക് EMF ഇൻറ്റു IA ആണ്. അപ്പൊ ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ പ്ലസ് വേരിയബിൾ ലോസ് പ്ലസ് ഫിക്സഡ് ലോസ് ആണ്. അപ്പൊ എഫിഷ്യൻസി എന്നാൽ ഔട്ട്പുട്ട് പവർ EB/IA പ്ലസ് EB ഇൻറ്റു IA പ്ലസ് IA² RA പ്ലസ് WC ആണ്. അങ്ങനെ മുകളിലും താഴെയും EB/IA ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലും EB/IA കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ കിട്ടിയ വാല്യൂ ആണത്. അപ്പൊ എഫിഷ്യൻസി മാക്സിമം ആവണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ മിനിമം ആക്കണം. അങ്ങനെ മിനിമം ആവുന്ന കണ്ടീഷനിൽ ഈ ഒരു രീതിയിൽ കിട്ടും. ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് കോൺസ്റ്റന്റ് ലോസ് എന്തിന് തുല്യമാണ്, വേരിയബിൾ ലോസിന് തുല്യമാണ് എന്നുള്ള ഡെറിവേഷനിലോട്ട് നമ്മൾ എത്തും. അതാണ് മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ. കോൺസ്റ്റന്റ് ലോസ് ഈസ് ഈക്വൽ വേരിയബിൾ ലോസ്. വേരിയബിൾ ലോസ് എന്ന് പറഞ്ഞാൽ കോപ്പർ ലോസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു IA² RA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് 3-point സ്റ്റാർട്ടർ വിത്ത് നീറ്റ് സ്കെച്ച്. 3-point സ്റ്റാർട്ടർ അല്ലെങ്കിൽ 4-point സ്റ്റാർട്ടർ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചിത്രം വരച്ച് പഠിക്കണം. റൈറ്റ് സൈഡിൽ ഫിഗർ ഉണ്ട്, നോക്കാം. അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്യാം. ആ പോസിറ്റീവ് ഇങ്ങനെ പോയിട്ട് എല്ലിലോട്ട് പോകുന്നു. എല്ലിന്ന് ഇവിടെ ഒരു ഓവർലോഡ് റിലീസ് കോയിൽ ഉണ്ട്. അവിടെ നിന്ന് സ്പ്രിങ് ഉണ്ട്, ഹാൻഡിൽ ഉണ്ട്. അവിടെ നിന്നാണ് സപ്ലൈ പോകുന്നത്. ഫസ്റ്റ് ഓഫ് പൊസിഷനിലായിരിക്കും, പിന്നെ ഇത് 1 എന്നുള്ള സ്റ്റഡിലോട്ട് എത്തും. സ്റ്റഡ് 1 ആ സമയത്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എന്തിനാണ് നമ്മൾ 3-point സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത് വെച്ചാൽ 3-point സ്റ്റാർട്ടർ ഉപയോഗിക്കാതെ സ്റ്റാർട്ടിങ്ങിൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. കാരണം ആർമേച്ചർ റെസിസ്റ്റൻസ് കുറവാണ്, ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ വളരെ കുറഞ്ഞ വാല്യൂ ആയിരിക്കും ഉണ്ടാവും. അത് ലാസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത് R+RC. കാരണം സ്റ്റാർട്ടിങ്ങിൽ ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലാർജ് കറന്റ് പാസ് ചെയ്യും. അപ്പൊ ലാർജ് കറന്റിനെ ഇനീഷ്യൽ കറന്റിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി, ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 1 മുതൽ ഇത്രയും R1 സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസ് ഇത്രയും റെസിസ്റ്റൻസ് ആർമേച്ചറിന് സീരീസ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിങ്ങനെ ഓൺ ആകുന്ന സമയത്ത് 2, 3, 4, 5 റൺ പൊസിഷനിലോട്ട് നോക്കുമ്പോൾ
ക്രമേണ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് വരും. ആ സമയമാകുമ്പോൾ അതിന് ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ കാണുന്ന നോ വോൾട്ട് കോയിൽ, അതിന്റെ പറഞ്ഞ വേറൊരു പേരാണ് ഹോൾഡ് ഓൺ കോയിൽ. ഈ റണ്ണിന്റെ അവിടെ കാണുന്നത്. കാരണം ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്, ഒരു സോഫ്റ്റ് അയൺ പീസ് ഉണ്ട്. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ ഹോൾഡ് ഓൺ കോയിൽ അല്ലെങ്കിൽ നോ വോൾട്ട് കോയിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അത് മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിക്കും. റണ്ണിങ് കണ്ടീഷനിൽ ഈ ഹാൻഡിലിനെ അവിടെ എന്ത് ചെയ്യും, അത് ഹോൾഡ് ചെയ്ത് വെക്കും. കറണ്ട് പോയാൽ, സപ്ലൈ പോയാൽ അതെന്ത് ചെയ്യും, അവിടുത്തെ കറണ്ട് പോകുമ്പോൾ അതിന്റെ മാഗ്നറ്റിസം നഷ്ടപ്പെടും. ഈ സ്പ്രിങ് ഉണ്ടായതുകൊണ്ടാണ് ഇത് റിട്ടേൺ ഒറിജിനൽ പൊസിഷനിലോട്ട് വരും. ഇനി ഓവർലോഡ്, ഇവിടെ താഴെ ഈ എല്ലിന്റെ ഇവിടെ കണ്ട ഓവർലോഡ് റിലീസ്, ഓവർ കറണ്ട് വരികയാണ് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഒരു ഇതുണ്ട്, താഴെ ഒരു പ്ലേറ്റ് ഉണ്ട്, ലിവർ ഉണ്ട്, ട്രയാങ്കിൾ അയൺ ഉണ്ട്. അപ്പൊ ഇത് മാഗ്നറ്റിക് ഇതെന്ത് ചെയ്യും, ഓവർ കറണ്ട് വരുമ്പോൾ ഈ ലിവറിനെ ഇയാളൊന്ന് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി, അവിടെ ഒരു ട്രയാങ്കിൾ അയൺ ഉണ്ട്, അത് രണ്ട് ഇതിനെ പോയി ടച്ച് ചെയ്യും. അപ്പൊ ഷോർട്ട് ആവുന്നത് എവിടെയാണ്, ഹോൾഡ് ഓൺ കോയിലാണ് ഷോർട്ട് ആവുന്നത്. അപ്പോൾ അതിന്റെ മാഗ്നറ്റിസം നഷ്ടപ്പെടും, ഓഫ് ആവും. ഇത്രയും കാര്യങ്ങളാണ് 3 പോയിന്റ് സ്റ്റാർട്ടർ ഉള്ളത്. നല്ല വൃത്തിയിൽ ചിത്രം വരയ്ക്കണം. 4 മാർക്ക് ഫിഗറിനുണ്ട്, ബാക്കി 3 മാർക്ക് അതിന്റെ എക്സ്പ്ലനേഷനാണ് ഉണ്ടാവും. അതിന്റെ കുറച്ച് സംഗതികളാണ്, ഹാൻഡിൽ മൂവ് ചെയ്തിട്ട് കോണ്ടാക്ട് 2, 3, 4 ചെയ്യുന്നു, അങ്ങനെ കട്ടൗട്ട് ചെയ്യുന്നു, സീരീസ് ക്വസ്റ്റ്യൻസ് മൊത്തത്തിൽ കട്ടൗട്ട് ചെയ്യുന്നു. ഫൈനലി സ്റ്റാർട്ടിങ് ഹാൻഡിൽ റൺ പൊസിഷനിൽ എത്തുന്നു. അങ്ങനെ എൻ്റെ സ്റ്റാർട്ടിങ് ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്തത് മോട്ടർ റണ്ണിങ് കണ്ടീഷനിൽ ആകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളരെ ലളിതമായ രീതിയിൽ എക്സ്പ്ലനേഷൻ ഇവിടെ ഞാൻ ആഡ് ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ 4th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. കോഴ്സ് ഔട്ട്കം 4ലെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ സ്പീഡ് കൺട്രോൾ ഓഫ് DC ഷണ്ട് മോട്ടർ ബൈ ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ് ബൈ ദ നീറ്റ് സ്കെച്ച്. ഫിഗർ നോക്കാം. ഫ്ലക്സ് കൺട്രോൾ മെത്തേഡാണ്, ഒരു ഷണ്ട് മോട്ടറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർമേച്ചറും അതേപോലെ തന്നെ ഫീൽഡ് വൈനും പാരലലാണ്. ഷണ്ട് ഫീൽഡ് വൈനും സീരീസ് ആയിട്ട് റിയോസ്റ്റാറ്റ് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം സ്പീഡ് ഇൻവേഴ്സിലെ പൊസിഷൻ ഫ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ വേരിയബിൾ റെസിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേരിയബിൾ റെസിസ്റ്റൻസ് വേരിയബിൾ റിയോസ്റ്റാറ്റ് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൽ സീരീസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഫീൽഡ് റിയോസ്റ്റാറ്റ് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിന്റെ റെസിസ്റ്റൻസ് ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ മിനിമത്തിലായിരിക്കും വെക്കുക, പിന്നെ ഇങ്ങനെ റെസിസ്റ്റൻസ് ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് അതിന്റെ അതിലൂടെ പാസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് കൂടും, അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ അളവ് കുറയും. അങ്ങനെ ഫ്ലക്സ് കുറയും. ഫ്ലക്സ് കുറയുമ്പോൾ സ്പീഡ് കൂടും. ഇത് അഡ്വാൻറ്റേജ് നോക്കാം, എക്കണോമിക്കലാണ്, കാരണം ലിറ്റിൽ പവറേ വേസ്റ്റ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത് അഡ്വാൻറ്റേജ്, സ്പീഡ് കൺട്രോൾ ഇൻഡിപെൻഡന്റ് ഓഫ് ലോഡാണ്. ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ റേറ്റഡ് സ്പീഡിനേക്കാളും എബോ ഇയാൾ അത് ചെയ്യാൻ പറ്റൂല. അതേപോലെ തന്നെ ഫ്ലക്സ് റെഡ്യൂസ് ചെയ്തിട്ടാണ്, കൂടുതൽ റെഡ്യൂസ് ചെയ്തിട്ട് കമ്മ്യൂട്ടേഷന് പുവറർ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇതിൽ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് 4 മാർക്ക് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. പിന്നീടുള്ള ഈ കാര്യങ്ങളും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് 7 മാർക്ക് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ റിയോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക് ബ്രേക്കിംഗ് വിത്ത് ഹെൽപ്പ് ഓഫ് നീറ്റ് സ്കെച്ച്. ഫിഗർ വരയ്ക്കുക, 4 മാർക്ക് ഉണ്ടാവും ഫിഗറിന്. ഫസ്റ്റത്തെ ഫിഗർ നോക്കുക, ആർമേച്ചർ വോൾട്ടേജ് സപ്ലൈ ഉണ്ട്, ഇവിടെ ഫീൽഡ് ബൈൻഡിങ് ഉണ്ട്, വോൾട്ടേജ് സപ്ലൈ ഉണ്ട്. ചെയ്യുന്ന പ്രക്രിയ എന്താണെന്ന് ഈ ഫിഗർ തന്നെ മനസ്സിലാവണം. ഈ വോൾട്ടേജ് സപ്ലൈ അങ്ങ് റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്, വേറെ ഫീൽഡിലോട്ട് സപ്ലൈ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് പോയിന്റ് തന്നെ പറഞ്ഞ ആർമേച്ചർ ഓഫ് റണ്ണിങ് DC മോട്ടോർ ഡിസ്കണക്റ്റഡ് ഫ്രം ദ സപ്ലൈ ഡിസ്കണക്ട് ചെയ്യുന്നു ആൻഡ് ഇസ് കണക്റ്റഡ് അക്രോസ് എ ബ്രേക്കിംഗ് റെസിസ്റ്റൻസ്. അത് ബ്രേക്കിംഗ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് ഇത് കണക്ട് ചെയ്യുന്നു. അങ്ങനെ മോട്ടർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ജനറേറ്റർ ആയിട്ട്, മോട്ടർ നൗ വർക്ക് ആസ് എ ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ഒരു ബ്രേക്കിംഗ് ടോർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ മെത്തേഡിന് വിളിക്കുന്ന പേരാണ് റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഡൈനാമിക് ബ്രേക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ 4ാമത്തെ മൊഡ്യൂളിലത്തെ ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലം, എ 4 പോൾ 214 വോൾട്ട് വേവ് കണക്റ്റഡ് ഷണ്ട് മോട്ടോർ ഗീവ്സ്, ആ വാല്യൂല് ചെറിയതുണ്ട്, 11.19 കിലോ വാട്ട്സ് ആണ്. 11.19 ആണ് കിലോ വാട്ട് when running at 1000 RPM and drawing an armature and a field current of 50 ampere and 1 ampere respectively. It has 514 conductors. Its resistance is 0.1 ohm. Assuming a drop of 1 volt per brush,
ഫൈൻഡ് ടോട്ടൽ ടോർക്ക് ഫൈൻഡ് ചെയ്യണം, അതേപോലെ യൂസ്ഫുൾ ടോർക്ക് ഫൈൻഡ് ചെയ്യണം, യൂസ്ഫുൾ ഫ്ലക്സും ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് ആർമേച്ചർ, ഫസ്റ്റ് എന്താണ് ടോട്ടൽ ടോർക്ക് കാണാൻ, ആർമേച്ചർ ടോർക്ക് കാണാം. ആർമേച്ചർ ടോർക്ക് ഈസ് ഈക്വൽ ടു 9.55 ഇൻറ്റു ബാക്ക് ഇ എം എഫ് ഇൻറ്റു ഐ എ ഡിവൈഡഡ് ബൈ എൻ. ഈ വാല്യൂസ് ഒക്കെ ഉണ്ടോ നോക്കാം. ഐ എ ഞാൻ ഇവിടെ വാല്യൂസ് എഴുതുന്നുണ്ട്. ഐ എ എന്ന് പറഞ്ഞാൽ 50 ആംബിയർ ആണ്. എൻ എന്ന് പറഞ്ഞാൽ 1000 RPM ആണ്. ഇ ബി ഉണ്ടോ? ഇ ബി എന്നുള്ള വാല്യൂ ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷെ ഇ ബി കാണാനുള്ള സംഗതികളൊക്കെ തന്നിട്ടുണ്ട്. ഇ ബി is equal to ബി മൈനസ് ഐ എ ആർ മൈനസ് ബ്രഷ് ഡ്രോപ്പ്. വോൾട്ടേജ് എത്ര തന്നിട്ടുണ്ട്? വോൾട്ടേജ് എത്രയാണ്? 240 ആണ്. 240 മൈനസ് ഐ എ 50 ആംബിയർ ആണ്. ആർ എ തന്നിട്ടുണ്ട്. ആർ എ റെസിസ്റ്റൻസ് 0.1 ഓം, 0.1 ആണ്. മൈനസ് ബ്രഷ്, അസ്യൂമിങ് എ ഡ്രോപ്പ് ഓഫ് 1 വോൾട്ട് പെർ ബ്രഷ്, 2 ബ്രഷ് ഉണ്ടാവും, വേവ് കണക്റ്റഡ് ആണ്. അപ്പോൾ -2 × 1. അത് മെഷർ ചെയ്ത് നമുക്ക് കിട്ടുന്ന ബാക്ക് ഇ എം എഫിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 233 വോൾട്ട് ആണ്. 233 വോൾട്ട്. അപ്പോൾ ആർമേച്ചർ ടോർക്ക് ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. 9.55 ഇൻറ്റു ബാക്ക് ഇ എം എഫ് എത്രയാണ്? 233 ഇൻറ്റു ഐ എ എന്ന് പറഞ്ഞാൽ 50 ഡിവൈഡ് ബൈ സ്പീഡ് എത്രയാണ്? എൻ ഈസ് ഈക്വൽ ടു ഇവിടെ തന്നിട്ടുണ്ട് റണ്ണിങ് അറ്റ് 1000 RPM ഡിവൈഡ് ബൈ 1000. ഇത് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എത്ര കിട്ടും? 111 ചെയ്ത് നോക്കിയാൽ മതി. ചെറിയൊരു വാല്യൂ വ്യത്യാസമൊക്കെ ഉണ്ടാകും. ഇനി അത് ഷാഫ്റ്റ് ടോർക്കാണ് കാണുന്നത്. അതാണ് യൂസ്ഫുൾ ടോർക്ക്. യൂസ്ഫുൾ ടോർക്ക് നേരത്തെ നമ്മൾ ഡെറിവേഷനിൽ പറഞ്ഞു. ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ടോർക്കാണ്. ഗ്രോസ് ടോർക്ക്, ടോട്ടൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ ടോർക്കാണ്. എന്താ ടോട്ടൽ ടോർക്കിന് വേറെ പേരാണ് ഗ്രോസ് ടോർക്ക് അല്ലെങ്കിൽ ആർമേച്ചർ ടോർക്ക്. അപ്പൊ ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറയുമ്പോൾ 9.55 ഇൻറ്റു ഇ ബിന്റെ ഐന് പകരം ഔട്ട്പുട്ട് പവർ വരും. ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ എൻ, സ്പീഡ് ഉണ്ടാകും, ഡിവൈഡ് ബൈ എൻ. 9.55 ഇൻറ്റു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? 11.19 കിലോ വാട്ടാണ്. അപ്പോൾ 0 ഡിവൈഡ് ബൈ 1000. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു, നമുക്ക് കിട്ടുന്ന വാല്യൂ 106.9 ന്യൂട്ടൺ മീറ്റർ. ബാക്ക് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനായി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഫ്ലക്സ് കാണും. ബാക്ക് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ 5PN/60 ഇൻറ്റു Z/A. 5PN/60 ഇൻറ്റു Z/A. അപ്പൊ അതിന്റെ ഫൈ മാത്രം ഒരു സൈഡിലോട്ട് ഇട്ട് ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്ത് കൊണ്ടുപോവുക. ഫൈ ഈസ് ഈക്വൽ ടു ഇ ബി ഇൻറ്റു 60 ഇൻറ്റു എ ഡിവൈഡഡ് ബൈ പി ഇൻറ്റു എൻ ഇൻറ്റു സെഡ്. എല്ലാ വാല്യൂസും ഉണ്ട്. ബാക്ക് ഇ എം എഫിന്റെ വാല്യൂ ഉണ്ട്. 60 ഇൻറ്റു എ കിട്ടും, കാരണം വേവ് കണക്റ്റഡ് ആണ്, വേവ് ആണ്. അപ്പൊ എ ഈസ് ഈക്വൽ ടു 2. എൻ സ്പീഡ്, സെഡ് കണ്ടക്ടർ എത്ര നിന്ന് 540 കോസ്റ്റിൽ തന്ന സാധനമാണ്. വാല്യൂ കൊടുക്കാം. അപ്പൊ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 12.9 മില്ലി വെബർ ആണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്. ഇക്വേഷൻ അറിഞ്ഞാൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബാക്ക് ഇ എം എഫ് കാണുന്ന പ്രക്രിയ മാത്രമേ ഇതിൽ കാര്യമായിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഇക്വേഷൻ അറിഞ്ഞാൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇല്ലുസ്ട്രേറ്റ് സീരീസ് പാരലൽ കൺട്രോൾ ബൈ ബ്രിഡ്ജ് ട്രാൻസിഷൻ മെത്തേഡ്. ബ്രിഡ്ജ് ട്രാൻസിഷൻ ഫിഗർ നോക്കാം. ഫസ്റ്റ് സീരീസ് ആണ്, പിന്നെ സീരീസിൽ നിന്ന് പാരലോട്ട് ട്രാൻസിഷൻ ഒരു മാറ്റം അതാണ് ഉണ്ടാവുന്നത്. ഫസ്റ്റത്തെ ഫിഗർ നോക്കാം, രണ്ടാമത്തെ ഫിഗർ നോക്കുക, സ്റ്റെപ്പ് 2 നോക്കുക. ഫസ്റ്റ് സീരീസിങ് സ്റ്റാർട്ട് ചെയ്യാണ്.
സ്റ്റെപ്പ് 2 ഫുൾ സീരീസ് ആണ്. ആ റിയോസ്റ്റാറ്റ് കുറച്ചും കൂടി മുന്നിലോട്ട് വന്നിട്ടുണ്ട്. മൂന്നാമത് ട്രാൻസിഷൻ ആണ്. ട്രാൻസിഷൻ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ഇതിൽ ട്രാൻസിഷൻ ചെയ്തിട്ടുണ്ട്. അത് പാരലൽ ആക്കിയിട്ടുണ്ട്. കാരണം ഈ ഇവിടെ ഒരു കണക്ഷൻ വന്നിട്ടുണ്ട്. ഈ കണക്ഷൻ എന്ത് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ അത് ട്രാൻസിഷൻ സ്റ്റേറ്റ് പിന്നെ ഫസ്റ്റ് പാരലാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ബ്രിഡ്ജ് ട്രാൻസിഷൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കുന്നത് ഫസ്റ്റ് സീരീസ്, പിന്നെ അത് ട്രാൻസിഷൻ മെത്തേഡ്, പിന്നെ അത് പാരലാക്കുന്നു. ഈ ഫിഗർ വൃത്തികരിക്കുക, ഈ പോയിന്റുകൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയാണ് നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.